നമസ്കാരം. അപ്പോൾ നമ്മുടെ ലാലേട്ടനും മെറ്റയും തമ്മിലുള്ള ഇഷ്യൂവിനകത്ത് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി ഒരു ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ലാലേട്ടൻ്റെ സമ്മതമില്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് അടങ്ങിയിട്ടുള്ള പരസ്യങ്ങളും കൂടാതെ AI നിർമ്മിതമായ വീഡിയോസും അതേപോലെ ഫോട്ടോസും നമ്മുടെ ലാലേട്ടൻ്റെ ഇപ്പം നമ്മൾ തന്നെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ AI നിർമ്മിതമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും. അത്തരം വീഡിയോസും ഫോട്ടോസും എത്രയും പെട്ടെന്ന് തന്നെ മെറ്റ ഈ ഇൻസ്റ്റഗ്രാമിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിനകത്തു നിന്നും റിമൂവ് ചെയ്യണമെന്നാണ് ഇന്നലെ ഡൽഹി ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ പേഴ്സണാലിറ്റി റൈറ്റിനെ അതല്ലെങ്കിൽ സെലിബ്രിറ്റി റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസും ഫോട്ടോസും ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ഉപയോഗിക്കുന്നു എന്നുള്ള കാരണം കാണിച്ചിട്ടായിരുന്നു ലാലേട്ടൻ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേസിൽ നമ്മുടെ ഇന്ത്യൻ ലോ എങ്ങനെയാണ് ലാലേട്ടന്റെ പേഴ്സണാലിറ്റി റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പം ഇതിനു മുമ്പേ ലാലേട്ടൻ ഹർജി കൊടുക്കുന്നതിന് മുമ്പേ അമിതാഭ് ബച്ചനെ പോലെയുള്ള സ്റ്റാറുകൾ ഇതേ ഹർജി കൊടുക്കുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലാലേട്ടന് ലഭിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റിസ് KS പട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസ് നമ്മുടെ പേഴ്സണാലിറ്റി റൈറ്റിനെ ആർട്ടിക്കിൾ 21ന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാലേട്ടന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഇഷ്യൂ ക്ലിയർ കട്ടായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ആണ്. കൂടാതെ ട്രേഡ് മാർക്ക് ആക്ടിന്റെ വയലേഷനും കോപ്പിറൈറ്റ് ആക്ടിന്റെ വയലേഷനും അതിനു പുറമെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 43, 66, 66E, 67 തുടങ്ങിയ സെക്ഷൻസിന്റെ വയലേഷനും ഇതിനകത്ത് വരുന്നുണ്ട്. കൂടാതെ അമിതാഭ് ബച്ചൻ വേഴ്സസ് രജിത് നാഗി, അനിൽ കപൂർ വേഴ്സസ് സിംപ്ലി ലൈഫ് ഇന്ത്യ തുടങ്ങിയ ജഡ്ജ്മെന്റ്സിന്റെ സപ്പോർട്ടും നമ്മുടെ ലാലേട്ടൻ ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ലാലേട്ടനെ അനുകൂലിച്ച് തന്നെ ഇപ്പം ഡൽഹി ഹൈക്കോടതി ഓർഡർ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇത്തരം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക.